കാണാൻ എന്ത് ഭംഗിയല്ലേ, കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. What do you mean by para? പറ. അയ്യോ കഴിച്ച് രാവിലെ കുറച്ച് മോട്ടീസ് ഇരിക്കട്ടെ. എന്താണ് കൂട്ടുകാരെ ചെയ്യുന്നത് രാവിലെ? ഫുൾ ഗുസ്തിയാണല്ലോ. ഇടിയപ്പം മാവ് ഉണ്ടാക്കുകയാണ്, കുഴക്കുകയാണ്. ഓ ശരി. എന്താ അതിന് പറയുന്നത്? സ്പാറ്റില്ല. നമുക്കപ്പം ഇന്ന് പുട്ടുണ്ടാക്കിയാലോ? പുട്ടെന്നല്ലേ പറഞ്ഞത് രാവിലെ, ഇന്ന് നൈറ്റ്. ആ ഓക്കെ. ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റില്ല ഈ പുട്ട് ഇത് വെച്ചിട്ട്. കുറച്ച് പാടല്ലേ, നമുക്ക് പുട്ട് തന്നെ ആക്കിയാലോ? ശരി. ആ ഓക്കെ. ആ കുഴച്ച് അപ്പം ഇതേ സെയിം സംഭവമായിട്ട് പുട്ട് കുട്ടിയെ കൊണ്ട് കുത്തി കയറ്റിയ പുട്ടാവൂല. അതെന്താവാത്ത വൈ? എന്തുകൊണ്ടാവാത്തത് പറയ. ഐ ആം ആസ്കിംഗ് ദ ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് നോ. ഐ ആം എ സ്മോൾ ബോയ്. ഓ ഇച്ചിടെ ബി യുവർ സെൽഫ്. കുറച്ച് സൗണ്ട് വരട്ടെ. ഇത് സൗണ്ട് എവിടെ പോയി? ഇത്രയും ആ അല്ല, പക്ഷെ പുത്തുകുറ്റിയിൽ കുത്തി വെച്ചാൽ അതേപോലെ വരൂലേ? പൊടിയാവൂലേ? ചെരുപ്പില്ലേ? അതാ എനിക്ക് അറിയാത്തവരുള്ളിൽ ചോദിക്കുന്നത്. പറഞ്ഞു തരൂ. പൊടി ശരി. അല്ല ഇത് ഇതേപോലെ ആക്കിയ എന്ത് പ്രശ്നമാണ് ചോദിച്ചത്. എന്തായാലും പൊടി ആക്കാവണ്ട. ഇത് ഇതേപോലെ സംഭവം ആക്കിയാ പോരെ. ഇത് ഇതേപോലത്തെ പുട്ട് പുഴുങ്ങിയത് കൊഴുക്കട്ടാക്കാൻ പറ്റൂലേ? അപ്പം പിന്നെ അങ്ങനെ ചെയ്യാം. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂലേ? മാജിക് അല്ലേ? അപ്പോൾ ഞാൻ ഇപ്പോൾ 2 months കോഴ്സ് ഇപ്പോൾ പഠിച്ചു കേട്ടോ, മാജിക് പ്ലാനറ്റിൽ പോയി. അറിഞ്ഞിട്ടില്ലേ ട്രിക്ക്? അറിയാത്ത തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കുട്ടാണ് കൂട്ടുകാരെ. ഇതെന്താ ഇങ്ങനെ? I am only good at eating, not cooking. That is okay. അടിപൊളി. എന്തെല്ലാം കിട്ടിയാൽ മതി. വയറ് ഫുള്ളാവണമെന്നേ ഉള്ളൂ കേട്ടോ. എന്ത് കിട്ടിയാലും ഓക്കെയാണ്. ഓക്കെ അല്ലേ? ജീവിതത്തിൽ എത്ര കിട്ടിയാൽ മതിയാവില്ല കേട്ടോ. പൈസ ആയാലും പിന്നെ ഫെയിം ആയാലും എന്തായാലും മതിയാവില്ല. പക്ഷേ ഫുഡ് മാത്രമാണ് ഒരു പോയിന്റ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അത് അല്ലേ? അതെ. അപ്പോൾ ഫുഡാണ് ദൈവം. ഇത് പൈസ ഇല്ലാതെ അവിടെ ജീവിക്കാൻ പറ്റും. ഫുഡില്ലാതെ ജീവിക്കാൻ പറ്റുമോ? യെസ്, ദാറ്റ് ഈസ് ദ പോയിന്റ്. സോ ഫുഡ് ഈസ് ഗോഡ്. രാവിലെ കുറച്ച് മോട്ടീസ് ഇരിക്കട്ടെ. വീണ്ടും അടക്കാൻ പോണ കഴിഞ്ഞില്ലേ? കോക്കേട്ട ഇത് ഇത്രയും പോലെ കൊള്ളാം. കൂട്ടുകാരെ ഇന്ന് മോർണിംഗ് ക്ലാസ് ഇല്ല. അപ്പോൾ ക്ലൈമറ്റ് നല്ല അടിപൊളിയായിട്ട് ക്ലൈമറ്റാണ്. അപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ട് ഇങ്ങനെ കണക്റ്റിംഗ് വിത്ത് നേച്ചർ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറേ സ്ട്രെസ്സൊക്കെ ഉള്ളുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രെസ് ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരുന്നാലേ പണി കിട്ടും. സോ കണക്റ്റിംഗ് വിത്ത് നേച്ചർ ഈസ് എ ബെസ്റ്റ് തെറപ്പി. അപ്പോൾ എനിക്ക് വൺ ഓഫ് ദ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നട്ട് പിടിപ്പിച്ച ചെടി ഒന്ന് ബഡിങ്ങൊക്കെ പിടിക്കുമ്പോൾ അത് ബഡിങ്ങൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. മനസ്സിലായോ? വൺ ഓഫ് ദ നീം ട്രീ ആണ്. കണ്ട ഇതിൻ്റെ ബഡിങ്ങൊക്കെ ഇങ്ങനെ വരുമ്പോൾ കണ്ട പൊളിയല്ലേ കാണാൻ? എന്തോ ഒരു പുതിയൊരു ലൈഫ് നമുക്ക് കിട്ടിയ പോലെ. ഇതേപോലത്തെ ബഡിങ്ങൊക്കെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫുൾ ഡേ വേണമെങ്കിൽ കാണാം. പക്ഷേ വെയിലൊക്കെ വരൂലേ, അതാണ് സീൻ. കൊള്ളല്ലേ? ഇവിടെ വന്ന് ഇവിടൊക്കെ വന്ന് കണ്ട ഇവിടെ വന്ന്
ഒന്ന് മാത്രം മനസ്സിലാക്കുക, ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് പ്രശ്നം വന്നാലും അത് മാറും. നമുക്ക് നമ്മളെ എന്താ പറയുക, നമ്മൾ അതിനൊരു സമയം കുറച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് മാറില്ല, സമയത്തെ മാറത്തുള്ളൂ. പക്ഷെ മാറുമ്പോൾ നമുക്ക് കുറേ ലെസൺസ് നമ്മളെ പഠിപ്പിച്ചു തരും. അത് മാത്രം കേട്ട് ഓക്കെ ആയാൽ മതി. പിന്നെ പെട്ടെന്ന് മാറണമെങ്കിൽ കണക്ട് വിത്ത് നേച്ചർ, അതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് തെറപ്പി എന്ന് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. അൻപാണ മണമിസയുടെ ബ്രേക്ക്ഫാസ്റ്റ് എരി കൂടി போயிட்டா, மூக்கு சவந்திருக்கா, அதுக்கு வேண்டி தான் பேடையா, இல்லாட்டி பேடை வேண்டாமா உங்களுக்கு? வா யா 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 சுகர் கட், பேடோட கவர் கட். சுகர் தான் கட்டது சொன்ன, பேடை கட்டது சொல்லவே சொல்லாது. അപ്പോൾ ഇന്ന് രാവിലെ കറി എന്താണ് ബച്ചാ? ഇടിയപ്പം ആൻഡ് കടലക്കറി. പക്ഷെ കുറച്ച് വെള്ളമായി പോയി, ക്ഷമിച്ചിരിക്കുന്നു. അതെ അതെ അതെ. ബസ്സിന് പോയോ? എനിക്ക് പക്ഷെ ഒറ്റ വിശപ്പില്ലായിരുന്നല്ലോ. അത് ഫുഡ് ഇന്ന ഫുഡ് വേണമെന്നില്ല, പക്ഷെ എനിക്ക് ഫുഡ് വേണം വയറ് ഫില്ലാക്കാൻ വേണ്ടിയേ. അതാണ് അല്ലേ? അതും അതെ, വിശപ്പ് അറിയാതിരിക്കാൻ വേണ്ടി ടെക്നിക്ക് പാത്രം കഴുകാൻ. അതെ 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 അതെ. ഇല്ലെങ്കിൽ ഞാൻ ഇച്ചിരി വയലൻ്റ് ആയാലും അപ്പോൾ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു മാർഗമാണ് പാത്രം കഴുകുക. അപ്പം പാത്രവും വാഷ് ചെയ്യും, ആ സ്പേസും വൃത്തിയാവും, എൻ്റെ വിശപ്പും അടങ്ങും. ഇല്ലെങ്കിൽ ഇതേപോലെ നെയ്യപ്പം തിന്നാ രണ്ടുണ്ട് കാര്യം, അങ്ങനെ എന്തോ ഒരു ചൊല്ല് പറയും. അതുപോലെ പാത്രം കഴുകിയ രണ്ടുണ്ട് കാര്യം, പാത്രവും തീരും, കേക്കടെ വിശപ്പ് കൺട്രോൾ അറിയുന്നില്ല. പാത്രം കഴുകുന്നതിനായി കോൺസെൻട്രേഷൻ ഫുൾ. 9:30 ഫുഡ് റെഡി ആവും പറഞ്ഞു. അപ്പൊ പിന്നെ ഓക്കെ, 2-3 പാത്രം വാഷ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. സമയം പോകും എത്ര 10:15 കേട്ടോ, അറിഞ്ഞില്ല ബസ്. അതാണ് ഇന്നെ ഫുഡ് വേണമെന്നില്ലാത്തോണ്ട് ഫുഡ് വേണം, പക്ഷെ കുറച്ച് സമയത്തിന് കിട്ടിയ എന്ത് ഫുഡായാലും കുഴപ്പമില്ല, ഫുഡൊക്കെ അടിക്കുന്നത്. അതാ അതിലൊരു സീനില്ല, പക്ഷെ ഫുഡ് വേണം. അല്ല കൂട്ടുകാരെ, എനിക്കും ഫുഡ് വേണം. ഫുഡ് വേണോ? അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഹോട്ടലിൽ നിന്ന് മേടിക്കാന്ന്. ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അപ്പോഴെങ്കിലും സമയത്ത് ഫുഡ് കിട്ടൂലേ? എല്ലാ ദിവസവും സമയത്ത് കിട്ടാറില്ലേ? അതെ അതെ അതെ, എല്ലാ ദിവസവും സമയം കിട്ടാറുണ്ട്. ഐ ആം അഗ്രി. എന്താ ഭയം തന്നെ? യെസ്. അവിടെ എന്താ സംഭവിക്കാൻ പോണേ? ആന ഇങ്ങോട്ട് കേൾവില്ല, ആ താഴെ നിൽക്കേ ഉള്ളൂ തോന്നുന്നു. ആനതുവരെ 2-3 മതിൽ ടക്ക് ടക്കന് വീഴും. ഇടവഴി കുഴപ്പമില്ല, അറിഞ്ഞില്ല. ഓ ശേ, ആന്റിക്. അയ്യോ എനിക്കാണോ? ആന്റിക് പീസാണ്, എനിക്കാണോ? ആ ഫ്രണ്ടിലത്തെ സ്റ്റൂളിന്റെ മേളിൽ. ചപ്പാത്തി ഇപ്പൊ കഴിക്കുന്ന അമ്മായി എടുത്താണെന്ന് പറഞ്ഞ വിളിച്ചാ?
കഴിക്കാൻ പോകും. അയ്യോ കഴിച്ച്. എന്താണ് കഴിക്കുന്നത്? This wheat mixed flour mixing and putting inside the chapati size of the. വിശപ്പൊന്നും ഇല്ലാത്ത 5 ചപ്പാത്തി വിശപ്പില്ലാതെ കഴിക്കും. വിശപ്പുണ്ടെങ്കിൽ ഒരു 15 ചപ്പാത്തി കഴിക്കും. പിന്നെ ഗീതാഞ്ജലി മേഡ് ചപ്പാത്തി ആൻഡ് ഗിരിജ മേഡ് കറി. അപ്പോൾ കുറച്ചെല്ലാവരും എന്തോന്ന് കഴിച്ച്? അതമ്മ. ഞാൻ എന്തായാലും മിക്കവാറും വീട്ടിൽ പോകും. ഞാനും ഇതും വീട്ടിൽ പോകും. നമുക്ക് നാളെ ഫുട്ബോൾ ക്ലാസ് ഉണ്ടാകും. ഇതിന് ഫുട്ബോൾ ഉണ്ട്. അനങ്ങാതിരിക്കണം. ഹലോ What do you mean by para? Para എന്താ para? പറയാ
ഇവിടുത്തെ ആനയ്ക്ക് കൊടുക്കാം. I want to know the answer. What do you mean by para? എന്താണ് പറ? ആൾക്കാരുണ്ടല്ലോ അവരോട് ചോദിക്കുക. കൊണ്ട് ഇട്ടല്ല വാരിട്ടല്ലേ എന്താണ് പറ? കൊച്ചുകുട്ടിയല്ലേ? വാട്ട് ഡു യു മീൻ ബൈ പറ? ഇടുന്നൽ പറ പറയിസ് പറ പറ പെട്ടെന്ന് പറ. അതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ കൂട്ടുകാരെ. ബൈ ബൈ. I knew.